നമ്മളിനി ലാസ്റ്റ് മൊഡ്യൂൾ, അതായത് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഫോർത്ത് മൊഡ്യൂളിൻ്റെ പേരാണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എന്ന് ആദ്യം നോക്കാം. അവിടെ നമ്മൾ നോക്കുന്നത് ജോയിൻ PMF, ജോയിൻ PDF, ജോയിൻ CDF, പിന്നെ മാർജിനൽ PMF ആൻഡ് മാർജിനൽ PDF, conditional PMF and conditional PDF, independence of two random variables, bivariate expectation, conditional mean and variance, covariance and correlation coefficient. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാലെന്ന്. അപ്പോൾ ഇതുവരെ നമ്മൾ റാൻഡം വേരിയബിൾസ് പഠിച്ചു അല്ലേ, നമ്മൾ റാൻഡം വേരിയബിൾസും അവരുടെ എക്സ്പെക്റ്റേഷനൊക്കെ പഠിച്ചു. അപ്പോഴെല്ലാം നമ്മളൊരു സാമ്പിൾ സ്പേസിൽ നമ്മൾ ഒരൊറ്റ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാൻഡം വേരിയബിൾ മാത്രമാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ദിസ് ഇസ് കോൾഡ് എ യൂണിവേരിയേറ്റ് റാൻഡം വേരിയബിൾ, ഒരൊറ്റ വേരിയബിളാണ് അല്ലേ. അപ്പോൾ യൂണിവേരിയേറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ഇവരുടെ PMFും അല്ലെങ്കിൽ ഡിസ്ക്രീറ്റും ആകുമ്പോൾ PMFും കണ്ടിന്യൂസ് ആണെച്ചാൽ PDF എല്ലാമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മേലെ CDF അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു യൂണിവേരിയേറ്റ് റാൻഡം വേരിയബിളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു യൂണിവേരിയേറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് റാൻഡം വേരിയബിൾസ് വരുന്ന കേസുകളാണ്. അതായത് ഞാൻ ഒരു സാമ്പിൾ സ്പേസിൽ ഒരു റാൻഡം വേരിയബിൾ അല്ല, ഞാൻ ഇപ്പോൾ എ പെയർ ഓഫ് റാൻഡം വേരിയബിൾസ്, രണ്ട് റാൻഡം വേരിയബിൾസ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനത്തെ കേസുകളിലാണ് ഇപ്പം നമ്മൾ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ് ഒക്കെ വരുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യണം. ഞാൻ രണ്ട് കോയിൻസ് ടോസ് ചെയ്യണം. അതായത് രണ്ട് കോയിൻസ് ടോസ് ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻ്റാണ് ഞാൻ നോക്കുന്നത്. ടോസിങ് 2 കോയിൻസ്. അപ്പോൾ എന്തായിരിക്കും നമ്മളെ സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് S is equal to സെറ്റ് HH, HT, TH ആൻഡ് TT അല്ലേ. അപ്പം നമ്മൾ മുമ്പ് ഇവിടെ ഒരു റാൻഡം വേരിയബിൾ മാത്രം ഡിഫൈൻ ചെയ്തിട്ട് X is equal to നമ്പർ ഓഫ് ഹെഡ്സ് അല്ലേ. ഇതിൽ തന്നെ ഇതേ റാൻഡം എക്സ്പെരിമെൻറ്റിൽ തന്നെ ഞാൻ മറ്റൊന്നൊരു റാൻഡം വേരിയബിൾ Y ഡിഫൈൻ ചെയ്യാണ്. Y is equal to നമ്പർ ഓഫ് ടെയിൽസ്. അപ്പോൾ ഒരേ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഒരേ സാമ്പിൾ സ്പേസിൽ ഞാൻ എന്ത് ചെയ്തു, രണ്ട് റാൻഡം വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്തു. ദെൻ X, Y is called a bivariate random variable. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന കേസുകളിലെല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ ഈ രണ്ട് റാൻഡം വേരിയബിൾസും ഡിസ്ക്രീറ്റോ അല്ലെങ്കിൽ രണ്ടും കണ്ടിന്യൂസ് ആവുന്ന കേസുകളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേരിയേറ്റിൽ നമ്മൾ പഠിച്ചിരുന്നത് ഇവരുടെ PMF എന്താണ് എന്ന്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെച്ചാൽ PDF എന്താണെന്നുള്ള കാര്യം പഠിച്ചു. അതുമാതിരി ഇവരുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF എല്ലാമാണ് യൂണിവേരിയേറ്റ് കേസുകൾ നോക്കിയത്. അപ്പോൾ നമ്മൾ ബൈവേരിയേറ്റിൽ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ബൈവേരിയേറ്റ് എക്സ്റ്റൻഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇവിടെ വരുമ്പോൾ നമുക്ക് ജോയിൻ PMF ഉണ്ടാവും, രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. രണ്ടും ഡിസ്ക്രീറ്റ് ആണെച്ചാൽ നമ്മളതിന് ജോയിൻ PMF എന്ന് പറയുന്നു. രണ്ടും കണ്ടിന്യൂസ് ആണെച്ചാൽ നമ്മളതിനെ ജോയിൻ PDF എന്ന് പറയുന്നു. അതുമാതിരി അവരുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF നമ്മളിവിടെ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ജോയിൻ PMF ഓഫ് 2 റാൻഡം വേരിയബിൾസ്, അതായത് നമ്മൾ എക്സും വൈയും രണ്ടും ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആയിട്ട് വരുമ്പോൾ ഇവരുടെ ജോയിൻ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതെല്ലാം നമ്മൾ പറയുന്നത് നമ്മൾ ഒരൊറ്റ റാൻഡം വേരിയബിളിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ റാൻഡം വേരിയബിളിൻ്റെ PMF നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്റ്റൻഷനാണ് രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ PMF. അതിന് നമ്മൾ ജോയിൻ PMF എന്ന് പറയുന്നു, അത് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ എങ്ങനെയാണ് PMFനെ ഡിഫൈൻ ചെയ്തിരുന്നത് എന്ന് നോക്കാം. Let X be a discrete random variable, then the function f of x is equal to probability of capital X is equal to small x is called the PMF of x if it satisfies the following conditions. 1.
f of x is greater than or equal to 0 for every x, and second condition summation over x f of x is equal to 1. അതായത് ടോട്ടൽ പി എം എഫ് ഇസ് ഈക്വൽ ടു 1. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. യൂണിവേരിയേറ്റ് കേസിൽ ഉള്ള പി എം എഫിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിനെ ഒരു ബൈവേരിയേറ്റ് കേസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ലെറ്റ് എക്സ് കോമ വൈ ബി എ പെയർ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. പെയർ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? രണ്ട് റാൻഡം വേരിയബിൾസ് ഉള്ളത് വരും. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് കോമ വൈ. ഇപ്പോൾ ഒരു വൈൻ്റെ കാര്യം കൂടി നമ്മളിവിടെ പറയണം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് കോമ ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു സ്മോൾ വൈ. ഈ ഫംഗ്ഷനെ നമ്മൾ ജോയിൻറ്റ് പി എം എഫ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവ്രി എക്സ് കോമ വൈ. എല്ലാ എക്സ് കോമ വൈയുടെ പെയറുകളിലും എഫ് ഓഫ് എക്സ് കോമ വൈ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നോൺ നെഗറ്റീവ് ആയിരിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിന് സമ്മേണം. വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്യണം, സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ. അതായത് ഡബിൾ സമ്മേഷൻ വരും. ആരെയാണ് ഡബിൾ സമ്മ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് കോമ വൈ. ഇങ്ങനെ സമ്മ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 എന്നുള്ള വാല്യൂ കിട്ടണം. അതായത് ടോട്ടൽ ജോയിൻ പി എം എഫ് ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ പി എം എഫ് ഓഫ് ടു റാൻഡം വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണെന്നൊന്നും കൂടി നോക്കാം. ലെറ്റ് എക്സ് കോമ വൈ ബി എ പെയർ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. ദെൻ ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു വൈ. നോക്കൂ, ഇതിൻ്റെ കറക്റ്റ് എക്സ്റ്റൻഷനാണ്. വൈൻ്റെ ടേമും കൂടി ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. is called the joint PMF of x comma y if it satisfies the following condition. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് അല്ല ഉള്ളൂ, എഫ് ഓഫ് എക്സ് കോമ വൈ ആണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് കോമ വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവ്രി എക്സ് കോമ വൈ. ആൻഡ് സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ പി എം എഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ജോയിൻ പി ഡി എഫിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ജോയിൻ പി ഡി എഫ് ഓഫ് ടു റാൻഡം വേരിയബിൾസ്. അതായത് നമ്മൾ എക്സ് കോമ വൈ എന്ന് പറയുന്ന പെയർ ഓഫ് റാൻഡം വേരിയബിൾസിൽ രണ്ടും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ജോയിൻ അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ടുള്ള പി ഡി എഫ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആദ്യം തന്നെ യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ എങ്ങനെയാണ് പി ഡി എഫിനെ ഡിഫൈൻ ചെയ്തത് എന്ന് നോക്കാം. അപ്പോൾ ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് ഡി എക്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് ഒരിക്കലും ഒരു പോയിന്റിൽ ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 അങ്ങനെ പറഞ്ഞുള്ള ഒരൊറ്റ പോയിന്റിൽ നിൽക്കാൻ പറ്റില്ല. അതായത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആൻസർ ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതൊരു ലിക്വിഡ് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിന് നിൽക്കണമെങ്കിൽ ഒരു ഇൻ്റർവെൽ വേണം. അപ്പോൾ ഒരു പോയിന്റിൽ നിൽക്കാതെ ഒരു ഇൻ്റർവെല്ലാണ് നിൽക്കുക. അപ്പോൾ അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻ്റർവെൽ ഉണ്ടാക്കണം, ഒരു ചെറിയൊരു ഇൻ്റർവെൽ, എക്സിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു ഇൻ്റർവെൽ. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് ഡി എക്സ്. അതിനുള്ള പ്രോബബിലിറ്റിയിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഈ ഡി എക്സ് ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തും കൂടി കൊടുക്കുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് കോൾഡ് ദ പി ഡി എഫ് ഓഫ് എക്സ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് കണ്ടീഷൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവ്രി എക്സ്. സെക്കൻഡ് കണ്ടീഷൻ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച യൂണിവേരിയേറ്റ് കേസിലുള്ള പി ഡി എഫ് ആണ്. ഇനി നമ്മൾ ബൈവേരിയേറ്റ് കേസിലേക്ക് വരികയാണ്. അപ്പോൾ രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ പി ഡി എഫ് അതായത് ജോയിൻ പി ഡി എഫ് എന്താണ് എന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പറയുന്നു, ഇതിൽ വൈൻ്റെ ടേം കൂടി വരുന്നു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണ് ലെറ്റ് എക്സ് കോമ വൈ ബി എ പെയർ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്.
continuous random variables. Then f of x dx എന്നുള്ള സ്ഥാനത്ത് f of x comma y dx dy. That is equal to probability of x less than or equal to capital X less than or equal to x plus dx. ഇതിൻ്റെ കൂടെ ഇതേപോലത്തെ വൈൻ്റെ ടേം y less than or equal to capital Y less than or equal to y plus dy. Then f of x comma y is called the joint CDF if it satisfies the following conditions. Conditions പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻസ് നോക്കാം. f of x comma y greater than or equal to 0 for every pair of x comma y. And second condition പറയുന്നത് integral over x, ഇവിടെ integral over y വേണം, അതായത് ഡബിൾ ഇൻ്റഗ്രേഷൻ വരും ഇവിടെ f of x comma y dx dy. That should be equal to 1. അതായത് total joint PDF is equal to 1 എന്ന് പറയും. അപ്പം നമുക്ക് ഒന്ന് പറയാം എന്താണ് ജോയിൻറ്റ് പി ഡി എഫ് എന്ന്. ലെറ്റ് എക്സ് കോമ വൈ ബി എ പെയർ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു probability of x less than or equal to capital X less than or equal to x plus dx, comma y less than or equal to capital Y less than or equal to y plus dy. Then the function f of x comma y is called the joint PDF of x if it satisfies the following conditions. The conditions ഏതൊക്കെയാണ്? First one is f of x comma y is greater than or equal to 0 for every x comma y. Then integral over x integral over y f of x comma y dx dy is equal to 1. അപ്പോൾ ഈ കണ്ടീഷൻസ് അനുസരിക്കുന്ന ഒരു എഫ് ഓഫ് എക്സ് കോമ വൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോയിൻറ്റ് പി ഡി എഫ് ഓഫ് ദി ടു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിൻറ്റ് സി ഡി എഫ് ഓഫ് ടു റാൻഡം വേരിയബിൾസ് ആണ്, അതായത് ജോയിൻറ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഓഫ് ടു റാൻഡം വേരിയബിൾസ്. അപ്പം ജോയിൻറ്റ് സി ഡി എഫ് പറയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് യൂണിവേരിയേറ്റ് കേസിൽ, നമ്മൾ ഒരൊറ്റ റാൻഡം വേരിയബിൾസ് ഉള്ള കേസിൽ സി ഡി എഫിനെ ഡിഫൈൻ ചെയ്തത് എന്ന് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ജനറലായിട്ട് ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും ഒന്നായിട്ട് ഡിഫൈൻ ചെയ്തത് അല്ലേ. അപ്പോൾ ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിങ് പി എം എഫ് ഓർ പി ഡി എഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഞാൻ പി എം എഫ് എന്നുള്ള വാക്കും കണ്ടിന്യൂസ് ആണെങ്കിൽ പി ഡി എഫ് എന്നുള്ള വാക്കും ഉപയോഗിക്കുന്നു. ദെൻ ദ സി ഡി എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതാറ് സി ഡി എഫിന്. ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ സി ഡി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇഫ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ, നമ്മൾ സമ്മ് ചെയ്യുന്നു ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ്. ആൻഡ് ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ആരെ? പി ഡി എഫിനെ ഇൻ ദ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയായിരുന്നു നമ്മൾ ഒരൊറ്റ റാൻഡം വേരിയബിൾ ഉള്ള കേസിൽ നമ്മൾ സി ഡി എഫിനെ ഡിഫൈൻ ചെയ്തത്. ഇനി നമുക്ക് നമ്മളിപ്പോൾ പുതിയ കേസ് ബൈവേരിയേറ്റ് കേസിൽ നമ്മൾ എങ്ങനെയാണ് ജോയിൻറ്റ് സി ഡി എഫിനെ ഡിഫൈൻ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ജോയിൻറ്റ് സി ഡി എഫിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു ലെറ്റ് എക്സ് കോമ വൈ ബി എ പെയർ ഓഫ് റാൻഡം വേരിയബിൾസ് ഹാവിങ് പി എം എഫ് joint PMF or PDF f of x comma y, f of x comma y. Then the joint CDF is given by f of x comma y is equal to probability of capital X less than or equal to x comma capital Y less than or equal to y. അപ്പോൾ ഇവിടെ എഴുതിയതിൻ്റെ y എന്ന് പറയുന്ന ഒരു ടേം കൂടി ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്, വൈ കൂടിയുണ്ട്. അപ്പം സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. ആൻഡ് എക്സ് ആൻഡ് വൈ കണ്ടിന്യൂസ് ആണെങ്കിലോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് integral minus infinity to y f of x comma y dx
dy if x and y are continuous random variables. ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ CDF കണ്ടുപിടിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ജോയിൻ CDF ആണ്. അപ്പോൾ ജോയിൻ CDF f of x comma y is equal to probability of capital X less than or equal to x comma y less than or equal to y ആണ്. അപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടി f of infinity comma infinity is equal to 1. That is f of infinity comma infinity എന്ന് പറഞ്ഞാൽ that is probability of capital X less than or equal to infinity comma capital Y less than or equal to infinity. അപ്പോൾ ഇതെന്തായാലും ഷുവർ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. എല്ലാ വാല്യൂസും ഇൻഫിനിറ്റിയോ എന്നെക്കാട്ടും കുറവായിട്ടുള്ള വാല്യൂസാണ് എടുക്കുന്നത്. Therefore this is a sure event, so its probability is equal to 1. രണ്ടാമത്തെ പ്രോപ്പർട്ടി f of minus infinity comma infinity is equal to 0. അപ്പോൾ what is f of minus infinity comma minus infinity? That is equal to probability of capital X less than or equal to minus infinity comma capital Y less than or equal to minus infinity. അതായത് ഒരിക്കലും ഒരു വാല്യൂസും മൈനസ് ഇൻഫിനിറ്റിയെക്കാട്ടും കുറവായിട്ട് പോവില്ല. അപ്പോൾ ദിസ് ഇസ് ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ്, സോ ഇറ്റ്സ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഇതിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. അടുത്ത പ്രോബബിലിറ്റി എന്താണ്? f of minus infinity comma y or f of x comma minus infinity. ഇത് രണ്ട് വന്നാലും അതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇതിലേതെങ്കിലും ഒന്ന് മൈനസ് ഇൻഫിനിറ്റി ആവണമെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ലല്ലോ. അപ്പോൾ ആ ഇവൻ്റ് എന്തായിരിക്കും? 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോബബിലിറ്റി 0 ആണ്. അടുത്ത പ്രോബബിലിറ്റി f of x comma infinity is equal to f of x. അതുമാതിരി f of infinity comma y എന്ന് പറഞ്ഞാൽ f of y. അതായത് ഇത് എക്സിൻ്റെ മാത്രം CDF, ഇവിടെ വൈൻ്റെ മാത്രം CDF. കാരണം ഇതിൽ x is less than infinity എന്ന് വരും. x is less than or equal to infinity, അത് ഷുവർ ഇവൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഏതിൻ്റെ പ്രോബബിലിറ്റി മാത്രമേ വരുള്ളൂ? പ്രോബബിലിറ്റി ഓഫ് y less than or equal to y വരും. ദാറ്റ് ഇസ് f of y. അടുത്ത പ്രോപ്പർട്ടി എക്സ് ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെച്ചാലും കണ്ടിന്യൂസ് വേരിയബിൾ ആണെച്ചാലും അതുമാതിരി വൈയും ഡിസ്ക്രീറ്റോ കണ്ടിന്യൂസോ ആണെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി കോമ സി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ കോമ സി മൈനസ് എ കോമ ഡി മൈനസ് എഫ് ഓഫ് ബി കോമ സി പ്ലസ് എഫ് ഓഫ് ബി കോമ ഡി. ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ പ്രോബബിലിറ്റി, ഈ ജോയിൻറ്റ് പ്രോബബിലിറ്റീനെ CDF ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് അടുത്ത പ്രോപ്പർട്ടി, if x comma y is a pair of continuous random variables having joint CDF f of x comma y, then their joint PDF f of x comma y is equal to dou square f of x comma y divided by dou x dou y. അതായത് ജോയിൻറ്റ് CDF തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് PDF കാണാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് കോമ വൈ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നത്. രണ്ടിനും വിത്ത് റെസ്പെക്ട് ടു രണ്ട് വേരിയബിൾസ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുന്നത് ഡോ സ്ക്വയർ എന്ന് വരുന്നത് ഡിവൈഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അതായത് യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് CDF അറിയുമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയായിരുന്നു PDF കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ചെയ്തപ്പോഴാണ് നമുക്ക് സ്മോൾ എഫ് ഓഫ് എക്സ് അതായത് യൂണിവേരിയേറ്റിലെ PDF കിട്ടിയത്. ആ പ്രോപ്പർട്ടിയുടെ ഒരു ബൈവേരിയേറ്റ് കേസിലുള്ള ഒരു എക്സ്റ്റൻഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതായത് മാർജിനൽ PMF എന്താണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കേസാണെന്ന് വെച്ചാൽ എന്താണ് മാർജിനൽ PDF എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ജോയിൻറ്റ് PDF അറിയാമെങ്കിൽ അല്ലെങ്കിൽ ജോയിൻറ്റ് PMF അറിയാമെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ വൈ അറിയാമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എക്സിൻ്റെ മാത്രം PMF ഓർ PDF അതിന് നമ്മൾ F1 ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. അങ്ങനെ രണ്ട് പേരുള്ളതുകൊണ്ട് ആൻഡ് വൈൻ്റെ മാത്രം PMF ഓർ PDF F2 ഓഫ് വൈ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതാണ് മാർജിനൽ PMF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർജിനൽ PMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ദ joint
PMF of x, y. എക്സിൻ്റെയും വൈയുടെയും ജോയിൻറ്റ് PMF f of x, y ആണെങ്കിൽ എക്സിൻ്റെ മാത്രം PMF of x, that is f1 of x is equal to, ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജോയിൻറ്റ് PMFനെ വിത്ത് റെസ്പെക്ട് ടു y സമ്മ് ചെയ്യണം ഇവിടെ. അപ്പോൾ f1 of x is equal to summation over y f of x, y. അതുമാതിരി PMF of y, വൈൻ്റെ മാത്രം PMF, that is marginal PMF. വെറും PMF കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാർജിനൽ PMF. അതുമാതിരി മാർജിനൽ PMF of y is given by f2 of y is equal to summation over x. വൈൻ്റെ PMF കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ജോയിൻറ്റ് PMFനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ സം ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? വൈൻ്റെ മാർജിനൽ PMF. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർജിനൽ PMFs കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആണ് നമ്മളെ കയ്യിലുള്ളത് വിചാരിക്കും. എക്സും വൈയും രണ്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആണ്. ഹാവിങ് ജോയിൻറ്റ് PDF f of x, this is the joint PDF. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് മാർജിനൽ PDF ഓഫ് എക്സ് കാണുന്നത്? അപ്പോൾ മാർജിനൽ PDF ഓഫ് എക്സ്, അതിന് നമുക്ക് f1 of x എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് കേസിൽ ഇവിടെ സമ്മ് ചെയ്തതാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ f1 of x is equal to ഇൻ്റഗ്രൽ ഓവർ y f of x, y dy. അതായത് ജോയിൻറ്റ് PDFനെ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് മാർജിനൽ PDF ഓഫ് എക്സ്. സിമിലർലി മാർജിനൽ PDF ഓഫ് y, അതിന് നമ്മൾ f2 of y എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈൻ്റെ മാർജിനൽ PDF നമ്മൾ എങ്ങനെ കാണുന്നു? ജോയിൻറ്റ് PDFനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് f of x, y dx എന്ന് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മാർജിനൽ PDF ഓഫ് y ആണ്. ഈ ടൈപ്പിലാണ് നമ്മൾ മാർജിനൽ PDFs കണ്ടുപിടിക്കുന്നത്. അടുത്തത് നമ്മൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ കണ്ടീഷണൽ PDF ആൻഡ് കണ്ടീഷണൽ PMF രണ്ടും നമ്മൾ ഒരേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ x, y എന്ന് പറഞ്ഞ ഒരു പെയർ ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. ദിസ് ക്യാൻ ഐദർ ബി പെയർ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഓർ പെയർ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ആൻഡ് ഇവരുടെ ജോയിൻറ്റ് PMF ഓർ PDF f of x, y ആണ് വിചാരിക്കും. ഇനി കണ്ടീഷണൽ PMF ഓർ കണ്ടീഷണൽ PDF രണ്ടിനെയും നമ്മൾ ഒരേപോലെയാണ് ഡിനോട്ട് ചെയ്യുക. അതാണ് ഒന്നിച്ചിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. f of നമ്മൾ കണ്ടീഷണൽ PDF ഓർ കണ്ടീഷണൽ PMF ഓഫ് x given yനെ നമ്മൾ ഇങ്ങനെ എഴുതും. f of x slash y. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് a given b എന്ന് പറഞ്ഞ പോലെ കണ്ടീഷണൽ PMF അല്ലെങ്കിൽ കണ്ടീഷണൽ PDFനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? f of x given y. ഇതിന് നമ്മൾ എന്താ വായിക്കുന്നത്? ദിസ് ഇസ് ദ കണ്ടീഷണൽ PDF ഓഫ് അല്ലെങ്കിൽ PMF ഓഫ് x given y. അതായത് എക്സിൻ്റെ കണ്ടീഷണൽ PDF ആണ് അല്ലെങ്കിൽ PMF ആണ് നമ്മൾ കാണുന്നത് ഗിവൺ ദ വാല്യൂ ഓഫ് y. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള വഴി ദിസ് ഇസ് ഈക്വൽ ടു ജോയിൻറ്റ് PMF f of x, y ഡിവൈഡഡ് ബൈ, ഇവിടെ താഴെ y അല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് താഴെ f2 ഓഫ് y, വൈയുടെ മാർജിനൽ PMF അല്ലെങ്കിൽ PDF കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് കിട്ടുന്നു, അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടുന്നു. അപ്പോൾ സിമിലർലി കണ്ടീഷണൽ PMF ഓർ PDF ഓഫ് y ഗിവൺ എക്സ് ആണ്. അപ്പോൾ y ഗിവൺ എക്സ് ആണ് നമ്മൾ എഴുതുന്നത് f ഓഫ് y ഗിവൺ എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു joint PMF f of x, y divided by താഴെ മാർജിനൽ PMF or PDF of x. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? f of y given x. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ കേസിലും ഡിനോമിനേറ്റർ എന്തായിരിക്കരുത്? 0 ആയിരിക്കരുത്. അപ്പോൾ f of y should be greater than 0. അതുമാതിരി ഈ കേസിൽ f1 of x should be greater than 0.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ PMF അല്ലെങ്കിൽ കണ്ടീഷണൽ PDF എന്ന് പറയുക. രണ്ടിനെയും കാണാൻ ഒരേ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടീഷണൽ പ്രോബബിലിറ്റി ചെയ്യുന്ന പോലെ തന്നെ P of A given B ആണെന്ന് വെച്ചാൽ P of A intersection B, ഇത് രണ്ടിൻ്റെയും ഒന്നായിട്ടുള്ള പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ P of B എന്ന് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലേ. F of X given Y എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും ഒരുമിച്ചിട്ടുള്ള PMF അല്ലെങ്കിൽ ജോയിൻറ്റ് PMF അല്ലെങ്കിൽ PDF മുകളിൽ എഴുതുന്നു, താഴെ മാർജിനൽ എഴുതുന്നു. അപ്പോൾ ജോയിൻറ്റ് probability divided by marginal probability, that is the conditional probability. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് 2 റാൻഡം വേരിയബിൾസ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ 2 റാൻഡം വേരിയബിൾസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ എക്സും വൈയും, ഈ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന 2 റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അവരുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ will be equal to f1 of x. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഗിവൺ വൈ എന്ന് തരേണ്ട ആവശ്യമില്ല. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണെച്ചാൽ വൈ എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ തന്നാലും ഇല്ലെങ്കിലും അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെർഫോർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വെറും f1 of എക്സിൻ്റെ മാത്രം PMF അല്ലെങ്കിൽ PDF എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. സിമിലർലി എഫ് ഓഫ് വൈ ഗിവൺ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു f2 of y എന്ന് എഴുതാം. ഇത് പറയാം. അല്ലെങ്കിൽ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്, നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ ജോയിൻറ്റ് PMF ഓർ PDF ഉണ്ടല്ലോ, എഫ് ഓഫ് എക്സ് കോമ വൈ, ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് f1 of x ഇൻറ്റു f2 of y. അപ്പോൾ ഈ കാര്യമാണ് നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു f1 of x ഇൻറ്റു f2 of y. joint probability is equal to product of marginal probabilities. ആ രീതിയിൽ എഴുതാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് പറയാം they are independent എന്ന് തിരിച്ചും പറയും. അപ്പോൾ ഇതാണ് 2 റാൻഡം വേരിയബിൾസിൻ്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ. നമുക്കിനി ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസിൽ വരുന്ന പ്രോബ്ലം നോക്കാം. ആദ്യം നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ വരുന്ന പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഓഫ് ക്വസ്റ്റ്യൻ, the joint PMF of a pair of discrete random variables x comma y is given by f of x comma y is equal to x plus y by 21, x is equal to 1, 2, 3 and y is equal to 1, 2. Find the marginal distribution of x and y. Second question, the conditional distribution of x given y is equal to 2. And third question, the conditional distribution of y given x is equal to 1. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ജോയിൻറ്റ് PMF ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് കോമ വൈ എന്താ തന്നിരിക്കുന്നത്? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 21. ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് 1, 2 and 3 എന്നുള്ള വാല്യൂസ് എടുക്കുന്നു. വൈ എടുക്കുന്ന വാല്യൂസ് 1 and 2. ഇതാണ് നമ്മൾ ജോയിൻറ്റ് PMF. അപ്പോൾ ആദ്യം നമുക്ക് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് മാർജിനൽ PMFകൾ കാണണം. അപ്പോൾ മാർജിനൽ PMF ഓഫ് എക്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് മാർജിനൽ PMF ഓഫ് എക്സ്? അതിനെ നമ്മൾ f1 of x ആണ് പറയുന്നത്. മാർജിനൽ PMF ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മാത്രം PMF. ഇപ്പോൾ രണ്ടെണ്ണത്തിന് ഒന്നായിട്ടുള്ള PMF തന്നിട്ട് അതിന് നമ്മൾ എക്സിൻ്റെ മാത്രം PMFനെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ f1 of x is equal to, ഇത് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചതാണ്, സമ്മേഷൻ ഓവർ y എഫ് ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ എന്ത് ചെയ്യണം? ജോയിൻറ്റ് PMFനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ മാർജിനൽ PMF കിട്ടും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു വൈൻ്റെ റേഞ്ച് നോക്കാം, വൈ എടുക്കുന്ന വാല്യൂസ് നോക്കാം. വൈ 1 ഉം 2 ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സമ്മ് ചെയ്യേണ്ടത് ഏതിലാണ്? വൈ ഇസ് ഈക്വൽ ടു 1 to 2. 2 വാല്യൂസ് എവിടെ എടുക്കുന്നുള്ളൂ ഈ കേസിൽ? എഫ് ഓഫ് എക്സ് കോമ വൈ വിച്ച് ഈസ് എക്സ് പ്ലസ് വൈ ബൈ 21. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സ് പ്ലസ് വൈ ബൈ 21ൽ ആദ്യം വൈക്ക് 1 കൊടുക്കും, പ്ലസ് ഇതിൽ വൈക്ക് രണ്ടാമത് 2 കൊടുക്കും, എന്നിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ആദ്യം ഞാനിതിന് വൈന് 1 ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1 ബൈ 21 പ്ലസ് ഇതിൽ വൈക്ക് ഞാൻ 2 ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ്? എക്സ് പ്ലസ് 2 ബൈ 21 അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ആഡ് ചെയ്യുമ്പം എന്താ കിട്ടുന്നത്? 2x പ്ലസ് 3 അല്ലേ. എക്സ് പ്ലസ് എക്സും 1 പ്ലസ് 2ഉം വരും അല്ലേ. ദറ്റ് ഇസ് 2x പ്ലസ് 3
ഹോൾ ഡിവൈഡഡ് ബൈ 21. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? എക്സിൻ്റെ മാർജിനൽ PMF ആണ്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് കൊടുക്കണം അല്ലേ? അത് എക്സ് ആണുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു 1, 2 and 3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർജിനൽ PMF ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളിനി മാർജിനൽ PMF ഓഫ് വൈ കണ്ടുപിടിക്കാം. മാർജിനൽ PMF ഓഫ് വൈ, ഇതാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് F2 ഓഫ് വൈ. നമ്മൾ F2 ഓഫ് വൈ എന്നാണ് ചെയ്തത്. ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ. അതായത് വൈൻ്റെ മാർജിനൽ PDF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ജോയിൻ PMFനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ സമ്മ് ചെയ്യണം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് എടുക്കുന്ന വാല്യൂസ് നമ്മൾ നോക്കാം 1, 2 and 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂസിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 to 3. 1 മുതൽ 3 വരെയുള്ള വാല്യൂസ് മാറിയിട്ട് എഫ് ഓഫ് എക്സ് വൈനെ ആഡ് ചെയ്യണം. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് വൈ? ഇറ്റ് ഈസ് 2x പ്ലസ് എക്സ് പ്ലസ് വൈ ബൈ 21. ഇതാണ് നമ്മളെ എഫ് ഓഫ് എക്സ് വൈ അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എക്സ് പ്ലസ് വൈ ബൈ 21 ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഞാനിവിടെ എക്സിന് ആദ്യം 1 കൊടുക്കുന്നു അല്ലേ? അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക നോക്കാം? 1 പ്ലസ് വൈ ബൈ 21 പ്ലസ് എക്സിന് ഞാൻ 2 കൊടുക്കുകയാണ്. അപ്പോൾ 2 പ്ലസ് വൈ ബൈ 21 പ്ലസ് എക്സിന് ഞാൻ 3 കൊടുക്കുന്നു. അപ്പോൾ ദിസ് ഇസ് 3 പ്ലസ് വൈ ബൈ 21. അപ്പം എക്സിൻ്റെ വാല്യൂസ് മാറി കൊടുത്തിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് കോമ വൈ ദാറ്റ് ഇസ് എക്സ് പ്ലസ് വൈ ബൈ 21 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? ഇവർ ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 വരും. 6 പ്ലസ് 3y ഡിവൈഡഡ് ബൈ 21 എന്നാണ് വരുന്നത്. ഇത് വൈൻ്റെ മാർജിനൽ PMF ആണ്. അപ്പോൾ വൈൻ്റെ റേഞ്ച് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ y ഇസ് ഈക്വൽ ടു, വൈൻ്റെ റേഞ്ച് എന്തായിരുന്നു? 1, 2. അപ്പോൾ നമുക്കിവിടെ മാർജിനൽ PMFകൾ കിട്ടി അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുന്നത് അവിടെ വരട്ടെ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കാണൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ, കണ്ടീഷണൽ PMF ഓഫ് എക്സ് ഗിവൺ വൈ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനുള്ളൊരു എക്സ്പ്രഷൻ കിട്ടിയ ശേഷം ആ എക്സ്പ്രഷനിൽ ഞാൻ എന്ത് കൊടുക്കും? വൈക്ക് 2 കൊടുക്കും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പം നമ്മൾ നോക്കുന്നത് മാർജിനൽ, അത് കണ്ടീഷണൽ PMF ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ് ഞാൻ ആദ്യം കാണുന്നത്. ദിസ് ഇസ് ദ കണ്ടീഷണൽ PMF ഓഫ് എക്സ് ഗിവൺ വൈ. അപ്പോൾ അത് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് കോമ വൈ, മുകളിൽ ജോയിൻ PMF വരും, ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? F2 ഓഫ് വൈ ആണ് വരുന്നത്, വൈൻ്റെ മാർജിനൽ PMF. അപ്പം കണ്ടീഷണൽ PMF ഇസ് ഈക്വൽ ടു ജോയിൻ PMF ഡിവൈഡഡ് ബൈ മാർജിനൽ PMF. ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ നമുക്കറിയാം, ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ബൈ 21 ആണ്, ഡിവൈഡഡ് ബൈ, ഇനി വേണ്ടത് F2 ഓഫ് വൈ ആണ്, അതിവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദറ്റ് ഈസ് 6 പ്ലസ് 3y ബൈ 21. ഈ 21ഉം ക്യാൻസലായി. അപ്പം നമുക്ക് വരുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 6 പ്ലസ് 3y എന്നാണ് കണ്ടീഷണൽ PMF വരുന്നത് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് മാർജിൻ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ വൈക്ക് നമ്മൾ 2 എന്ന് കൊടുക്കണം ഈ എക്സ്പ്രഷൻ. അപ്പോൾ ദിസ് ഇസ് എക്സ് പ്ലസ് വൈ കാണുന്നവിടെയൊക്കെ 2 കൊടുക്കുക, ഡിവൈഡഡ് ബൈ 6 പ്ലസ് 3y ദറ്റ് ഈസ് 3 ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 6 എന്ന് വരും, ഓർ ദിസ് ഈസ് എക്സ് പ്ലസ് 2 ബൈ 12. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന്. തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y given x is equal to 1 ആണ്. ഇപ്പോൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y given x, അതായത് അതിൻ്റെ കണ്ടീഷണൽ PMF നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോവുകയാണ്. എഫ് ഓഫ് y given x ഞാൻ ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് ആ എക്സ്പ്രഷനിൽ എക്സിന് ഞാൻ 1 കൊടുക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ കണ്ടീഷണൽ PMF കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് ഓഫ് y given x ആണ് എഴുതുന്നത്. അപ്പോൾ വാട്ട് ഈസ് എഫ് ഓഫ് y given x? ദറ്റ് ഈസ് എഫ് ഓഫ് x, y
divided by f1 of x. അപ്പോൾ ഇതിൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് എക്സ് പ്ലസ് വൈ ബൈ 21. f1 ഓഫ് എക്സ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് 2x plus 3 by 21 ആണ്. So this is equal to 21 cancel ആയി പോയാൽ x plus y divided by 2x plus 3 എന്നാണ് വരുന്നത്. ഇത് f of y given x ആയിട്ടേ ഉള്ളൂ. നമുക്ക് വേണ്ടത് f of y given x is equal to 1 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് conditional distribution of y given x is equal to 1 ആണ്. This is equal to നമുക്ക് f of y given x കിട്ടിയിട്ടുണ്ടല്ലോ, ആ എക്സ്പ്രഷനിൽ എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? 1 എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ ദിസ് ഇസ് 1 പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് കാണുന്നവിടെ 1 കൊടുക്കുക. അപ്പോൾ 2x. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 3. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ഞാൻ എക്സിന് 1 കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 പ്ലസ് വൈ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 3. ദാറ്റ് ഈസ് 1 പ്ലസ് വൈ ഡിവൈഡ് ബൈ ഇവിടെ ഇപ്പം 2 പ്ലസ് 3 എന്ന് വരും അല്ലേ, 5. അപ്പോൾ ഇതാണ് നമ്മളെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നത് ഈ ക്വസ്റ്റ്യൻ.